Once again, welcome back to Plus Line. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിന്റെ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്കണോമിക്സിന്റെ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി പാർട്ട് 1-ൽ നിന്നുള്ള, അതായത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ നിന്നുള്ള 4 ചാപ്റ്റേഴ്സ്. ആ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 15 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എക്കണോമിക്സിന്റെ ഫസ്റ്റ് പാർട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർ എന്ത് ചെയ്യണം? ഈ 15 ക്വസ്റ്റ്യൻസ് പഠിച്ചെന്ന് ഉറപ്പുവരുത്തണം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ എന്ത് ചെയ്യണം? ഈ 15 ചോദ്യങ്ങൾ ഉറപ്പായും പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ തന്നെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, +1 എക്കണോമിക്സിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ 4 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫോക്കസ് ഏരിയ പ്രകാരം നമുക്ക് 3rd ചാപ്റ്റർ മുതലാണ് പഠിക്കാനുള്ളത് അല്ലെ. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് അപ്രൈസൽ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി 1991. 1991 പുത്തൻ സാമ്പത്തിക നയം എന്താണെന്നും പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും വിശദമായി പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഔട്ട്സോഴ്സിംഗ്? എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്? അതായത് എന്താണ് പുറം കരാർ എന്ന് പറയുന്നത്? വിശദമായി പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം ഒഴിവാക്കുക എന്ന് പറയുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി? എന്താണ് ഫിസ്ക്കൽ പോളിസി എന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, ഫോക്കസ് ഏരിയ പ്രകാരം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 4th ചാപ്റ്റർ ആണ്, പോവർട്ടി. പോവർട്ടിയിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലവേഷൻ. അതായത് ദാരിദ്ര്യ നിവാരണത്തിനുള്ള നയങ്ങൾ വിശദീകരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് പോവർട്ടി? പോവർട്ടിയുടെ തരംതിരിക്കൽ എങ്ങനെയാണ്, അതായത് ദാരിദ്ര്യത്തിന്റെ തരംതിരിക്കൽ എങ്ങനെയാണെന്ന് വിശദമായി പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ പോവർട്ടി. ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം ഇതാണ്, ഡിഫൈൻ പോവർട്ടി ലൈൻ. എന്താണ് ദാരിദ്ര്യ രേഖയെന്നും വിശദമായി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 8th ചാപ്റ്റർ ആണ്, ഇൻഫ്രാസ്ട്രക്ചർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ചലഞ്ചസ് ഫേസിംഗ് പവർ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വൈദ്യുത മേഖലയിലെ വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് വിശദമായി പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും വിശദമായി പഠിക്കുക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന 3ാമത്തെ ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. ഇന്ത്യൻ ആരോഗ്യ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും വിശദമായി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 9th ചാപ്റ്റർ ആണ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജീസ് ഫോർ ഇറ്റ്. എന്താണ് സുസ്ഥിര വികസനമെന്നും സുസ്ഥിര വികസനത്തിന്റെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നും വിശദമായി പഠിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നും വിശദമായി പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? എന്താണ് ആഗോള താപനമെന്നും പഠിക്കേണ്ടതാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ക്യാരിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി? എന്താണ് ക്യാരിങ് കപ്പാസിറ്റി, അതുപോലെ തന്നെ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി, ഉൾക്കൊള്ളാനുള്ള ശേഷി. അപ്പം ക്യാരിങ് കപ്പാസിറ്റി എന്താണെന്നും അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്താണെന്നും വിശദമായി പഠിക്കുക.
ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 എക്കണോമിക്സിന്റെ പാർട്ട് 1 ആണ്. അതായത് പാർട്ട് 1 ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി 4 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 15 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പാർട്ട് 2 സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാം. താങ്ക് യു.